അയ്യേ, പച്ച ഷർട്ടോ? ഷേ. ഒരുങ്ങി മുറിയിൽ നിന്നിറങ്ങി വന്ന വൈഫിനെ നോക്കി മുറിക്ക് പുറത്ത് അവനെ കാത്തുനിന്ന ആദി പറഞ്ഞു. ഒരു പച്ച കളർ ഷർട്ടും ഗോൾഡൻ കളർ കരയുള്ള മുണ്ടുമായിരുന്നു അവന്റെ വേഷം. ഈ ഷർട്ടിന് എന്താ കുഴപ്പം? ഇടത് കൈയിലെ ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് വൈഭവ് ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. എന്താ കുഴപ്പമെന്നോ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരേ കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് വേണ്ടേ പോവാൻ? ദേ നമ്മുടെ ഏട്ടത്തിയമ്മയെ കുഞ്ഞേട്ടനൊന്ന് നോക്കിയേ, എത്ര സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയേക്കുന്നതെന്ന്. ആദി താഴേക്ക് കൈ ചൂണ്ടി പറഞ്ഞതും വൈഭവിന്റെ കണ്ണുകളും അങ്ങോട്ടേക്ക് ചലിച്ചു. അപ്പോൾ കണ്ടു താഴെ ഹാളിൽ അപ്പുവിനും മുത്തശ്ശിക്കൊപ്പം ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞു നിൽക്കുന്ന ശിവയെ. മെറൂൺ കളർ ബോർഡർ വരുന്ന സെറ്റ് സാരി നന്നായി ഞൊറിഞ്ഞുടുത്തു തലയിൽ മുല്ലപ്പൂവും വെച്ച് സുന്ദരിയായി നിൽക്കുന്ന അവളെ അവൻ ഒരു നിമിഷം നോക്കി. അന്ന് വിവാഹ ദിനത്തിൽ അവളെ കണ്ടപ്പോൾ തോന്നിയ അതേ ഭംഗി, തന്റെ അമ്മയുടെ പോലെ സൗന്ദര്യം വീണ്ടും അവളിൽ കണ്ടു. ഏട്ടത്തി മെറൂണും ഏട്ടൻ പച്ചയും. ഇതെന്ത് മാച്ചിങ്ങാ എൻ്റെ കുഞ്ഞേട്ട? ഒരുമാതിരി പാൽപ്പായസവും മത്തിക്കറിയും പോലെ. ഒരു വളിച്ച മുഖത്തോടെ ആദ്യ പറഞ്ഞത് വൈഭവ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല, അത്രയ്ക്കില്ല, ഒരു ചെറിയ ചേർച്ചക്കുറവ്, അത്രയേയുള്ളൂ. വൈഭവിന്റെ നോട്ടം കണ്ട അവനൊന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. വൈഭവ് ആദ്യം ഒന്ന് നോക്കി ഒന്നിരുത്തി മൂളിയിട്ട് താഴേക്ക് ചെന്നു. അവന് പിറകിലായി ആദിയും. പോവാം, വൈഭവ് കാളിലേക്ക് ചെന്ന് പറഞ്ഞതും ശിവ ഒന്ന് തലയാട്ടി. അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും വൈഭവ് മോനെ, പെട്ടെന്ന് പിറകിൽ നിന്ന് വിദ്യയുടെ വിളി വന്നു. അവരെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കി. പിറകിൽ നിന്ന് വിളിച്ച് അശുഭമാക്കിയല്ലോ വിദ്യയെ. ഉണ്ണിയും മോളും അമ്പലത്തിലേക്ക് ഇറങ്ങുമായിരുന്നു. മുത്തശ്ശി അമർഷത്തോടെ വിദ്യയോട് പറഞ്ഞു. അയ്യോ അതമ്മേ, ഞാൻ പെട്ടെന്ന് നിങ്ങൾ അങ്ങ് പോകുമെന്ന് ഓർത്തു. വൈഭവ് അമ്പലത്തിലേക്ക് പോകുമല്ലോ, അപ്പോൾ ദാ അഞ്ജലിയും കൂടെ ഇവരുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചതാ. തന്റെ കൂടെ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി വിദ്യ അമ്മയോട് പറഞ്ഞു. അതെന്തിനാ വിദ്യയെ വൈഭവും ശിവമോളും പോകുന്നതിൻ്റെ കൂടെ അഞ്ജലി? അത് വേണ്ട, കുട്ടികൾ തന്നെ പൊയ്ക്കോളൂ, മുത്തശ്ശി പറഞ്ഞു. അയ്യോ അതമ്മേ, മോൾക്കൊരു വഴിപാടുണ്ടായിരുന്നു. ഇതവളുടെ പിറന്നാൾ മാസമല്ലേ, അപ്പോൾ ഞാനാ പറഞ്ഞത് പോയി വഴിപാടങ്ങ് നടത്തിക്കോളാൻ. പിന്നെ വൈഭവും ശിവയും അമ്പലത്തിൽ പോകുമല്ലേ, അപ്പോൾ പിന്നെ അവർക്കൊപ്പം പോകാമല്ലോ, അതാ ഞാൻ. വിദ്യ വലിയ വിനയത്തോടെ പറഞ്ഞു. ഇത് അഞ്ജലി ചേച്ചി പ്രാർത്ഥിക്കാനൊന്നും പോകുമല്ല, ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും കട്ടുറുമ്പാകാനുള്ള പോക്കാ. അതിന് അപ്പച്ചി ചുക്കാൻ പിടിക്കുക. ശരിയാ, എനിക്കും തോന്നി. വിദ്യയുടെ അഭിനയം കണ്ട അപ്പുവും ആദിയും പരസ്പരം പതിയെ പറഞ്ഞു. എന്നാൽ അഞ്ജലി മാത്രമല്ലമ്മേ, കാർത്തികയും അമ്പലത്തിൽ പോകുന്നുണ്ട്. മുത്തശ്ശി വിദ്യയോട് എന്തോ പറയാനായി തുടങ്ങിയതും അങ്ങോട്ടേക്ക് കാർത്തികയും കൂട്ടി വന്ന വൃന്ദ പറഞ്ഞു. കാർത്തിക മോൾക്കും കൂടെ അമ്പലത്തിൽ പോകണമായിരുന്നു അമ്മേ. ഇവരൊക്കെ പോകുവാണെങ്കിൽ മോള് കൂടി വരട്ടെ. വൃന്ദ പറഞ്ഞത് കേട്ട് വിദ്യ ഒന്ന് അവരെ നോക്കി പല്ല് ഞെരിച്ചു. താൻ അഞ്ജലിയെ ഒരുക്കിക്കൊണ്ട് വന്നത് കണ്ടാണ് വൃന്ദ കാർത്തികയും കൊണ്ട് വന്നതെന്ന് വിദ്യയ്ക്ക് മനസ്സിലായിരുന്നു. ചേച്ചിയുടെ മുഖം കണ്ടെങ്കിലും അത് കണക്കാക്കാതെ വൃന്ദ ചെന്ന് അമ്മയോട് വീണ്ടും സംസാരിച്ചു. മുത്തശ്ശി, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടിയിൽ കയറാൻ പറ. എനിക്ക് വന്നിട്ട് വേറെ പണിയുള്ളതാ. ഈ കോലാഹലമൊക്കെ കണ്ട് സഹികെട്ട് വൈഭവ് ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. ഓ, എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഇനി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. ആരാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. മുത്തശ്ശി പറഞ്ഞത് കേട്ടത് വിദ്യയ്ക്കും വൃന്ദയ്ക്കും സന്തോഷമായി. മോളെ ശിവ, നീ വേഗം ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ല്. അവൻ ഇനി ഇത് മതി, ദേഷ്യം വരാം. മുത്തശ്ശി പറഞ്ഞതും ശിവ ഒന്ന് തലയാട്ടി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. പോകും വഴി ഹാളിനപ്പുറം മാറി അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അകത്തു നിന്ന വാമികയെ നോക്കി അവൾ പോയിട്ട് വരാമെന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. ശിവയ്ക്ക് പുറമെ അഞ്ജലിയും കാർത്തികയും പുറത്തേക്ക് ഓടുകയും ചെയ്തു. എന്നാ ഞങ്ങൾ കൂടെ പൊയ്ക്കോട്ടെ മുത്തശ്ശി, അവരുടെ കൂടെ? ആദിയും അപ്പുവും ഓടിച്ചെന്ന് മുത്തശ്ശിയെ വട്ടം പിടിച്ച് കോറസ് പോലെ ചോദിച്ചു. വേണ്ട, രണ്ടുപേർക്കും ഇപ്പോൾ ട്യൂഷനില്ലേ, പോയിരുന്ന് പഠിക്കുക. വലിയ പരീക്ഷയാ വരുന്നത്. ചെല്ല്, പോകാം. ഇല്ലേ ഞാൻ മുത്തശ്ശനെ വിളിക്കണോ? മുത്തശ്ശി ഒന്ന് ചൊടിച്ചു ചോദിച്ചതും അയ്യോ വേണ്ട എന്നും പറഞ്ഞ് ആദിയും അപ്പുവും മുകളിൽ അവരുടെ മുറിയിലേക്ക് ഓടി. ഇനി നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? കയറി പോവുക അകത്തേക്ക്. അവിടെ തന്നെ നോക്കി നിൽക്കുന്ന വിദ്യയെയും വൃന്ദയെയും നോക്കി മുത്തശ്ശി കടുപ്പിച്ച് പറഞ്ഞതും അവരിരുവരും ഉള്ളിലേക്ക് പെട്ടെന്ന് നടന്നു. അല്ല, നീ എന്താ സിന്ധു ഇത്ര രാവിലെ? വൈഫിന്റെ കാർ അങ്ങ് പോയി കുറെ കഴിഞ്ഞെന്ന് വീട്ടിലേക്ക് കയറി വന്ന സിദ്ധുവിനെ നോക്കി മുത്തശ്ശി ചോദിച്ചു. എനിക്ക് വിച്ചുവിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു മുത്തശ്ശി. ഒരു ഫയൽ വാങ്ങാനുണ്ട്, അതാ നേരത്തെ വന്നേ. അവൻ എഴുന്നേറ്റോ? എഴുന്നേറ്റോ എന്നോ? നല്ല കഥ. എൻ്റെ കുട്ടി രാവിലെ തന്നെ അവൻ്റെ ഭാര്യയും കൂട്ടി ദാ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയതേ ഉള്ളൂ. അമ്പലത്തിലേക്കോ? മുത്തശ്ശി പറഞ്ഞത് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണും തള്ളി. മുത്തശ്ശി, നമ്മുടെ വിച്ചുവിൻ്റെ കാര്യം തന്നെയാണോ പറയുന്നേ? അത് ഞാൻ അറിയാതെ ഈ തറവാട്ടിൽ വേറെ ആരെയും ഇനി കെട്ടിയോ? ഒന്ന് പോടാ ചെറുക്ക, ഞാൻ എൻ്റെ ഉണ്ണിയുടെ കാര്യം തന്നെയാ പറഞ്ഞേ. ചെറുക്കൻ അമ്പലത്തിൽ പോകാൻ സമ്മതിച്ചു എന്ന് ശിവമോള് പറഞ്ഞപ്പോൾ ആദ്യം ഞാനും വിശ്വസിച്ചില്ല. എന്തായാലും മോൾക്ക് എന്തോ ഒരു മാജിക് അറിയാം.
എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ട്. മുത്തശ്ശി സന്തോഷത്തോടെ സിദ്ധുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞത് കേട്ടതും അവനെ അതിശയമാക്കി. താൻ ഇട്ടുകൊടുത്ത ചൂണ്ട കൊളുത്തിൽ കയറി ശിവാമി ഇത്ര പെട്ടെന്ന് വൈഭവിനെ അങ്ങ് കൊളുത്തിയോ എന്ന് സിദ്ധുവിന് തോന്നി. അവൻ്റെ ദിനചര്യയിൽ ഇതുപോലെ ഒരു മാറ്റമുണ്ടായത് എന്തായാലും നന്നായി. മുത്തശ്ശി ഒരു കാര്യം ചെയ്യ്, അപ്പമ്മയോട് പറഞ്ഞ് എനിക്ക് നല്ലൊരു ചായ ഇട്ട് വെക്ക്. ഞാൻ വിച്ചുവിൻ്റെ ഓഫീസ് റൂമിൽ പോയി ഫയൽ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം കേട്ടോ, സിദ്ധു പറഞ്ഞു. ശരി, നീ ചെന്നിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ കവളിൽ ഒന്ന് പിച്ചി പറഞ്ഞിട്ട് സിദ്ധു മുകളിലേക്ക് ഓടി. അവൻ പോകുന്നത് ഒരു ചിരിയോടെ നോക്കിയിട്ട് മുത്തശ്ശി നേരെ അടുക്കളയിലേക്ക് പോയി. എൻ്റെ സുരേഷേട്ടാ, വൈഭവനും ആ പെണ്ണിനും ഇടയിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അതൊന്നും അവർ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ അമ്പലത്തിലാകുമ്പോൾ അമ്മയോ അച്ഛനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെ കള്ളത്തരം കൈയോടെ പിടിക്കാം. അതിനു വേണ്ടിയാ അഞ്ജലി മോളെ ഞാൻ അവർക്കൊപ്പം പറഞ്ഞു വിട്ടത്. വൈഭവും അവൻ്റെ ഭാര്യയും തമ്മിൽ അഥവാ ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതുമുണ്ടെങ്കിൽ അഞ്ജലി അത് കൈയോടെ പൊക്കും, നോക്കിക്കോ, വിദ്യ തൻ്റെ മുറിയിലിരുന്ന് ഭർത്താവ് സുരേഷിനോട് പറഞ്ഞു. ഐഡിയൊക്കെ കൊള്ളാം, പക്ഷേ അവസാനം നിന്റെ ഈ കള്ളത്തരം അമ്മ പൊക്കാതെ നോക്കിയാൽ മതി, അമ്മയും മോളും. ഒരു പുച്ഛത്തോടെ വിദ്യയെ നോക്കി പറഞ്ഞ് സുരേഷ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറിപ്പോയി. അല്ലേലും നിങ്ങൾക്കെന്നാ മണ്ണാങ്കട്ടയെ അറിയുന്നേ? നിങ്ങൾ നോക്കിക്കോ, ഇനി ഈ കല്യാണത്തിന് പിറകിൽ ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മുഖത്ത് വിരിഞ്ഞ ഒരു പുച്ഛച്ചിരിയോടെ വിദ്യ പറഞ്ഞു. ഓഹോ, അപ്പോൾ അതാണ് അമ്മായിയുടെ ഉദ്ദേശമല്ലേ? കാണിച്ചു തരാം. വിദ്യയുടെയും സുരേഷിൻ്റെയും മുറിക്ക് വെളിയിൽ നിന്ന് ഈ സംസാരമെല്ലാം കേട്ട സിദ്ധു മനസ്സിൽ പറഞ്ഞു. വൈഫിൻ്റെ ഓഫീസ് റൂമിലേക്ക് പോകും വഴിയാണ് അവൻ ഇവരുടെ സംസാരം യാദൃച്ഛികമായി കേട്ടത്. സിദ്ധു വേഗം തന്നെ വൈഭവിൻ്റെ ഓഫീസ് മുറിയിലേക്ക് ഓടി. അമ്പലത്തിലേക്കുള്ള യാത്രയിൽ കാറിൽ തികച്ചും നിശബ്ദതയായിരുന്നു. വൈഭവ് ഡ്രൈവ് ചെയ്യുമ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ ശിവയായിരുന്നു. പിറകിലത്തെ സീറ്റിൽ തികച്ചും രണ്ട് അപരിചിതരെ പോലെ കാർത്തികയും അഞ്ജലിയും രണ്ടറ്റത്തായിട്ടിരുന്നു. ഇങ്ങേര് ഈ വണ്ടി അമ്പലത്തിൽ കൊണ്ടുപോകും മുന്നേ തന്നെ നേരെ കാലൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുമോ എൻ്റെ മഹാദേവ? വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഹൈ സ്പീഡിൽ കാർ ഓടിക്കുന്ന വൈഭവിനെ ഒന്ന് പാളി നോക്കി ശിവ മനസ്സിലോർത്തു. അവൻ്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. ഒന്നാതെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പാതി സമ്മതിപ്പിച്ചാണ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നത്. അതിനിടയിൽ അമ്മായിമാരുടെ 2 മക്കൾ കൂടി കയറിയത് വൈഭവിന് ഇഷ്ടമായിട്ടില്ലെന്ന് ശിവയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായി. പിറകിലിരിക്കുന്ന അഞ്ജലിയും കാർത്തികയും പേടിച്ചാണ് ഇരിക്കുന്നത്. വൈഭവിൻ്റെ കാറിൽ ഇരുവരും കയറുന്നത് തന്നെ ആദ്യമായാണ്. ഹൈ സ്പീഡിൽ വണ്ടി അമ്പലത്തിൻ്റെ താഴെ പാർക്കിംഗ് കൊണ്ടുചെന്ന് ഒരു യു ടേൺ എടുത്ത് നിർത്തിയതും വൈഭവ് ഒഴികെ കാറിലിരുന്ന ബാക്കി 3 പേരും ഒരു വശത്തേക്ക് നീങ്ങിപ്പോയി. ഇറങ്ങ്. കടുപ്പത്തിലുള്ള അവൻ്റെ ശബ്ദം കേട്ടതും കാർത്തികയും അഞ്ജലിയും പെട്ടെന്ന് തന്നെ ചാടി കാറിന് പുറത്തിറങ്ങി. തന്നോടിനി പ്രത്യേകിച്ച് പറയണോ ഇറങ്ങാൻ? അവൻ തലയൊന്ന് ചരിച്ച് ശിവയെ നോക്കി. പ്രത്യേകിച്ച് പറയണ്ട, എനിക്ക് ചെവി നന്നായി കേൾക്കാം. തൻ്റെ ഈ പാട്ട കാറിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഇറങ്ങാത്തതല്ല, ഈ കുന്ത്രാണ്ടം ഊരാൻ പറ്റുന്നില്ല. തൻ്റെ മേലെ കിടക്കുന്ന ജാമായ സീറ്റ് ബെൽറ്റ് ഊരാൻ നോക്കിക്കൊണ്ട് ശിവ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ വീണ്ടും വീണ്ടും സീറ്റ് ബെൽറ്റ് അൺലോക്ക് ആക്കാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട് സഹികെട്ട വൈഭവ് അവൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. അവളുടെ സീറ്റ് പിറകിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശിവ ഒന്ന് പുറകോട്ടത് ആഞ്ഞിരുന്നു. പെട്ടെന്നായതിനാൽ പെണ്ണെന്ന് ഞെട്ടി. അപ്പോഴേക്കും അവളുടെ മേലെയായി വൈഭവ് എത്തിയിരുന്നു. പുറത്തുനിന്ന് അഞ്ജലിയും കാർത്തികയും അത് കണ്ടു. വൈഭവ് ശിവയെ സീറ്റിലേക്ക് ചാരി കിടത്തി അവളുടെ പുറത്തേക്കായി ചാരി നിൽക്കുന്ന വൈഭവിനെയാണ് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നത്. ആ കാഴ്ച ഇരുവരുടെയും നെഞ്ചൊന്നുലച്ചു. ഡോക്ടർ എന്താ ഈ ചെയ്യുന്നേ? വിറയാർന്ന ശബ്ദത്തിൽ ശിവ ചോദിച്ചു. ആദ്യമായാണ് ഇത്രയും അടുത്ത് വൈഭവിൻ്റെ സാന്നിധ്യം. അതിൻ്റെ ഒരു വിറയൽ അവളിൽ ഉണ്ടായിരുന്നു. ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അവൻ്റെ പൂച്ച കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെ നട്ടുകൊണ്ട് നേർത്ത ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ആ നിമിഷം ശിവയും അവനെ തന്നെ നോക്കി തറഞ്ഞുപോയി. വൈഭവ് അവളുടെ സീറ്റ് ബെൽറ്റ് അൺലോക്ക് ചെയ്തു അവളിൽ നിന്ന് തിരിച്ചു മാറിയതും ശിവ പെട്ടെന്ന് ബോധം വന്ന പോലെ മുഖം തിരിച്ചു. പിന്നെ ഒരു വെപ്രാളത്തോടെ വേഗം കാറിൻ്റെ ഡോർ തുറന്ന് വെളിയിലിറങ്ങി. അവളുടെ ആ പോക്ക് കണ്ട് വൈഭവിൻ്റെ ചൊടികളിൽ ഒരു ചിരി നിറഞ്ഞെങ്കിലും ഏതോ വാശിയിൽ തൻ്റെ മുഖം ഗൗരവമാക്കി അവനും കാറിൽ നിന്നിറങ്ങി. പെട്ടെന്നാണ് വൈഭവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. സിദ്ധുവിൻ്റെ പേര് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എന്താ സിദ്ധ? ഡാ വിച്ചു, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. തിരിച്ചൊന്നും ഇപ്പോൾ പറയണ്ട. അത്രയും പറഞ്ഞ് സിദ്ധു ഇപ്പോൾ വിദ്യയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വൈഭവിനോടായി പറഞ്ഞു. അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടതല്ലാതെ വൈഭവ് തിരിച്ചൊന്നും മിണ്ടിയില്ല. അറിയാലോ, ബോർഡ് മീറ്റിംഗ് വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടം വരെ ഇതുകൊണ്ട് എത്തിച്ചിട്ട് ഇത് നിന്റെ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല. സോ നീയും ശിവാമിയും തമ്മിലുള്ള ഒരു കാര്യവും അവളുമാരെ അറിയരുത്, കേട്ടോ? ഇത് ഞാൻ നോക്കിക്കൊള്ളാം, നീ വെച്ചോ. സിദ്ധുവിനോടായി അത്രയും മാത്രം പറഞ്ഞ് വൈഭവ് കോൾ കട്ട് ചെയ്തു.
അവൻ്റെ കണ്ണുകൾ ശിവാമിയിലേക്കും അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അഞ്ജലിയിലേക്കും കാർത്തികയിലേക്കും പോയി. പിന്നെ എന്തോ തീരുമാനിച്ചതുപോലെ അവൻ ശിവയുടെ അരികിലേക്ക് നടന്നു. മറുവശത്ത് ഒരു ആശ്വാസത്തോടെ കാൽ കട്ട് ചെയ്താക്കി തിരിഞ്ഞപ്പോഴാണ് തനിക്ക് പിറകിൽ കതകിൽ ചാരി നിൽക്കുന്ന ആളെ സിദ്ധു കണ്ടത്. നീയോ? അവൻ ചോദിച്ചു തീരും മുന്നേ അവൾ ആ മുറിയുടെ വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. എന്താ സിദ്ധ ഇങ്ങനെ ഞെട്ടി നോക്കാനും മാത്രം? ഞാനല്ലാതെ പിന്നെ ആരാ ഇപ്പോൾ എൻ്റെ സിദ്ധുവിൻ്റെ പുറകെ വരുന്നേ? അപ്പു ഒരു കൊഞ്ചലോടെ അവൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. ദേ അപ്പു, വെറുതെ കളിക്കരുത്. മര്യാദയ്ക്ക് കതക് തുറന്ന് പുറത്തു പോകുന്നുണ്ടോ നീ? ആരേലും കാണും. അപ്പോൾ ആരേലും കണ്ടാലേ സിദ്ധുവിന് കുഴപ്പമുള്ളല്ലേ? ഇവള്. പെണ്ണിന്റെ കൊഞ്ചൽ സഹിക്കാനാകാതെ അവൻ പല്ല് കടിച്ചുകൊണ്ട് കതക് തുറക്കാനായി മുന്നോട്ട് ചെന്നു. തുറക്കരുത്. അപ്പു അവന് മുന്നിൽ കയറി കൈ വിരിച്ചു വട്ടം പിടിച്ചു. നിനക്ക് എന്താ വേണ്ടേ അപ്പു? എന്താ വേണ്ടെന്നോ? എത്ര ദിവസമായി സിദ്ധ ഒന്ന് നമ്മൾ കണ്ടിട്ട്? നിനക്ക് പരീക്ഷ ആയതുകൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റില്ലെന്ന് സിദ്ധുവിന് അറിയില്ലേ? അപ്പോൾ സിദ്ധു വേണ്ടേ എന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടത്? എത്ര ദിവസമായി ഈ പന്നമുഖം ഒന്ന് കാണാനായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നതെന്ന് അറിയുമോ? ഒടുവിൽ കുഞ്ഞേട്ടൻ്റെ കല്യാണത്തിന് ഒന്ന് കണ്ടപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല എന്നെ. ദുഷ്ടൻ. ഞാനൊരുത്തി ഇങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ വല്ല സ്നേഹവുമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് എന്നോട്? അപ്പു ചുണ്ടു പിളർത്തി ഗൗരവത്തോടെ അവനെ നോക്കി. സിദ്ധു ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പു മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്കിപ്പോൾ എന്നോട് ഈ തോന്നുന്നതൊക്കെ നിന്റെ പ്രായത്തിൻ്റെ ഇൻഫാച്വേഷൻ മാത്രമാ, അല്ലാതെ ഇത് സ്നേഹമല്ല. നിന്റെ ഏട്ടൻ്റെ പ്രായമുണ്ട് എനിക്ക്. ഞാനും വിച്ചുവും ഒന്നിച്ചു പഠിച്ചതാ, അറിയാലോ നിനക്ക്. അപ്പോൾ അവൻ്റെ കുഞ്ഞു പെങ്ങൾ എങ്ങനെയാ? നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം വരെ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. സിദ്ധു വളരെ ക്ഷമയോടെ അവളോട് പറഞ്ഞു. സിദ്ധ, പ്രായത്തിൻ്റെ കാര്യം വിട്. അതിപ്പോൾ നമ്മുടെ നസറയും കെട്ടിയോൻ ഫഹത്തും തമ്മിൽ 11 വയസ്സിൻ്റെ വ്യത്യാസമില്ലേ? എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേ? പിന്നെന്താ? എന്തായാലും അത്രയൊന്നും ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ ജസ്റ്റ് ഒരു 10 വയസ്സ്, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉള്ളിലുള്ളത് ഒരു ഇൻഫാച്വേഷനും മണ്ണാങ്കട്ടയും ഒന്നുമല്ല, നല്ല കട്ടപ്രേമമാണെന്ന് എന്നെക്കാളും നന്നായിട്ട് എൻ്റെ സിദ്ധുവിന് അറിയാം. സോ ആ ടോക്ക് തൽക്കാലം വേണ്ട. കേട്ടടോ ദുഷ്യന്ത? ചിരിയോടെ പറയുന്നതിനൊപ്പം വയറ്റിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു അപ്പു. അപ്പു, നീ എന്തായി കാണിക്കുന്നേ? വിട്. ആരേലും കാണും പെണ്ണേ, മാറ്. സിദ്ധു അവളുടെ പിടി അയക്കാൻ നോക്കി. പേടിക്കേണ്ട സിദ്ധ, കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ. 2 മാസം കൂടി കഴിയാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല. 2 മാസമോ? അതെ, 2 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സാവും. തെളിച്ചു പറഞ്ഞാൽ മൈനറായിരുന്ന ഞാൻ മേജറാവുമെന്ന്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് സിദ്ധുവിനെ ചെയ്യാമല്ലോ. അതാ പറഞ്ഞേ. അവനെ പുണർന്നുകൊണ്ട് ഒരു ചിരിയോടെ അവൾ പറയുന്നത് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു. ആ ഗ്യാപ്പിൽ അപ്പു ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിൽ ആഞ്ഞു ചുംബിച്ചു. അവിടെ ചെറുതായൊന്ന് കടിച്ചു. അവൻ എരിവ് വലിച്ചു. ഇപ്പോൾ ഇതിരിക്കട്ടെ. ഇതെനിക്ക് പരീക്ഷ വരെ പിടിച്ചു നിൽക്കാനുള്ളതാ. ബാക്കിയൊക്കെ എൻ്റെ പരീക്ഷ കഴിഞ്ഞ് തരാം കേട്ടോ. ടാറ്റ. അവനിൽ നിന്ന് വിട്ടുമാറി പറഞ്ഞുകൊണ്ട് അപ്പു മുറിയുടെ വാതിൽ തുറന്നു. ഐ ലവ് യു സിദ്ധ, ഉമ്മ. മുറിയിൽ നിന്നിറങ്ങി ഓടിപ്പോകും മുന്നേ തിരിഞ്ഞു നോക്കി സിദ്ധുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലൈയിങ് കിസ്സും കൊടുത്ത് അപ്പു ഓടിയതും. തികട്ടി വന്ന ദേഷ്യത്തിൽ സിദ്ധു നെറ്റിയിൽ അമർഷത്തോടെ കൈവച്ചു. ഇവിടെ മുഴുവൻ ചെളിയാണല്ലോ. ഇനിയിപ്പോൾ ഈ സാരിയും ഉടുത്ത് എങ്ങനെയാണോ ഇപ്പോൾ ഇതിലെ നടക്കുക? എൻ്റെ ഭഗവാനെ, സാരി അഴുക്കാവുമല്ലോ. കയ്യിലെ താലം ഇടം കൈയിലേക്ക് പിടിച്ച് വലത് കൈകൊണ്ട് തൻ്റെ സാരി ഒതുക്കി ചുറ്റും നോക്കി. അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് മഴ പെയ്തിട്ടാവണം അവിടെ ഇവിടെയായി വെള്ളം ചെളിക്കുണ്ടിൽ കിടപ്പുണ്ട്. മുത്തശ്ശി കൊടുത്ത പുതിയ സെറ്റ് സാരിയാണ് ശിവ ഉടുത്തിരിക്കുന്നത്. അത് അധികം ഉടയാത്തത് കൊണ്ട് കയ്യിൽ താലവും പിടിച്ച് സാരിയും പൊക്കിപ്പിടിച്ച് നടക്കാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. നല്ല സാരിയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇട്ടാൽ മാത്രം പോരാ, അതെല്ലാം ഇട്ടുകൊണ്ട് നടക്കാൻ പഠിക്കണം. അല്ല, അഷ്ടിക്ക് വകയില്ലാത്തടത്തു നിന്നും വന്നതല്ലേ, പിന്നെ ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നു? ഉള്ളതുപോലെയൊക്കെ നടന്നാൽ പോരെയായിരുന്നു? ശിവയെ അടിമുടി നോക്കി ഒരു പുച്ഛത്തോടെ അഞ്ജലി പറഞ്ഞു. ശിവയുടെ കഴുത്തിൽ കിടക്കുന്ന വലിയ കാശിമാലയിലും കൈകളിൽ നിറഞ്ഞു കിടക്കുന്ന വളകളിലുമായിരുന്നു അഞ്ജലിയുടെ നോട്ടം. മുത്തശ്ശി രാവിലെ അതെല്ലാം ശിവയ്ക്കിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ കുശുമ്പാണ് അവൾക്ക്. ശിവയ്ക്കാണെങ്കിൽ അഞ്ജലിയുടെ വർത്തമാനം കേട്ട് ചൊറിഞ്ഞു കയറി. അവൾക്കിട്ട് 2 പറയാനായി വാ തുറന്നതും അവൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയതും ഒരുമിച്ചാണ്. എൻ്റെ മഹാദേവ! ശിവ ഒന്ന് ഉറക്കെ ഒച്ചത്തിൽ വിളിച്ചുപോയി.